നമസ്കാരം. 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 എന്താ രാവിലെ? എനിക്ക് ഡോക്ടറുടെ ഒരു സഹായം വേണം. എന്താ മാഷെ? വീട്ടുടമസ്ഥനോട് തന്റെ വാടകക്കാർ മാന്യമായി പെരുമാറിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞു തരണം. അയ്യോ, ഞങ്ങൾ മാന്യമായിട്ടല്ലേ ഇടപെടുന്നത്? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഈ നാട്ടിൽ വേറെയും വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നിലാണ് നിങ്ങളുടെ മൃഗാശുപത്രിയിലെ ജീവനക്കാരിയ അനുരാധ താമസിക്കുന്നത്. അനുരാധയ്ക്ക് എന്താ പ്രശ്നം? അവൾക്ക് പ്രശ്നമേ ഉള്ളൂ. 2 വർഷം മുമ്പാണ് എന്റെ മരുമകൻ ഓമനക്കുട്ടൻ ജോലിയുള്ള 3 സ്ത്രീകൾക്ക് ഈ വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കുന്നത്. അവർ 3 പേരും മര്യാദക്കാരായിരുന്നു. വീട് വൃത്തിയായി സൂക്ഷിക്കും, വാടക കൃത്യമായിട്ട് തരും, എന്നോട് വളരെ മാന്യമായി പെരുമാറും. അതിലൊരാൾ മാറിപ്പോയപ്പോഴാണ് പകരം ഈ അനുരാധ വന്നത്. അവൾ വന്നതോടെ ആകെ പ്രശ്നമായി. അവൾക്കെന്നും പരാതിയാണ്. വീട് വൃത്തിയില്ല, പൈപ്പിൽ വെള്ളം വരുന്നില്ല, കറണ്ട് ഇല്ല, വീടിന് ചോർച്ചയുണ്ട് എന്നും പറഞ്ഞ് ആകെ പരാതിയാണ്. മര്യാദക്കാരായി കഴിഞ്ഞ ആ 2 സ്ത്രീകളെ അവൾ എനിക്കെതിരെ തിരിച്ചു. അത്രക്ക് ഭയങ്കരയാണോ? വാടക കൂട്ടി തരാതിരിക്കാൻ വേണ്ടി അവൾ എടുക്കുന്ന ഓരോ അടവുകളാണെന്നാണ് എന്റെ സംശയം. ഗതികേട് കൊണ്ട് എനിക്ക് സഹിക്കേണ്ടി വരുന്നു. അല്ല, പരാതി ജനുവിനാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റുമോ മാഷെ? അല്ല, എന്റെ തോന്നല് പരാതി പറയാൻ വേണ്ടി അവൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നാണ് എന്റെ സംശയം. ആയിരിക്കും, അവൾ അങ്ങനെയൊക്കെ ചെയ്യും. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഈ കൂടെ ഉണ്ടായിരുന്ന 2 സ്ത്രീകൾ മാറിപ്പോയി. അപ്പൊ ഞാൻ ഇവിടെ അവിടെ ഒന്ന് ഒഴിപ്പിക്കാമെന്ന് കരുതി. അപ്പൊ കാണാൻ അവൾ പോയി വേറെ 2 സ്ത്രീകളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഇതിൽ ഞാനിപ്പോ എന്താ വേണ്ടേ? അനുരാധയെ ഒന്ന് ഉപദേശിക്കണം. പ്രായമായവരോട് മാന്യമായി സംസാരിക്കാൻ പറയണം. ഉദാഹരണത്തിന് ഇന്നലെ നടന്നൊരു സംഭവം ഞാൻ പറയാം. മാഷേ, ഡെയിലി രാവിലെ വീട്ടിൽ കയറി വന്നിട്ട് വാടക കൂട്ടി തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്ത് വാങ്ങിയ വീടാണ്. ഇവിടെ താമസിക്കണമെങ്കിൽ എനിക്ക് വാടക തരണം. അല്ല, ഇത് എവിടത്തെ ന്യായവാ? ആദ്യം ഒരു വാടക പറഞ്ഞിട്ട് പിന്നെ ആഴ്ചയിൽ കൂട്ടി തരണമെന്ന് പറഞ്ഞാ അതൊന്നും നടക്കത്തില്ല. ഞാൻ ഈ വാടകയിൽ 2 വർഷം കൂടി ഇവിടെ തന്നെ നിൽക്കും. ഓഹോ, അത് ശരി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ 3 പേരില്ലേ? അതുകൊണ്ട് 3 പേർക്കും ജോലിയുണ്ട്. ഒരാൾ 250 രൂപ കൂട്ടി തരണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അനുരാധയ്ക്ക് മാസം എത്ര രൂപ ശമ്പളം കിട്ടുമെന്നൊക്കെ എനിക്ക് അറിയാം. എന്റെ ശമ്പളത്തിന്റെ കാര്യമൊന്നും മാഷ് നോക്കണ്ട. ഞാൻ നല്ല അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാ ശമ്പളം വാങ്ങുന്നത്. എന്തോന്ന്, രാവിലെ ഉടുത്തൊരുങ്ങി മൃഗാശുപത്രി ചെന്നിരിക്കും, വൈകുന്നേരം ആകുമ്പോ തിരിച്ചു വരും. ഇതല്ലേ ജോലി? കൂടുതൽ വർത്താനം പറഞ്ഞ് അലമ്പാക്കാൻ നിൽക്കല്ലേ. ഇവിടെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ മാഷിനെ ഇങ്ങോട്ട് കാണാറില്ലല്ലോ. ആ അടുക്കളയിൽ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? എന്നിട്ട് മാഷ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ആ ചോർച്ച ഉള്ളിടത്ത് ഒരു ബക്കറ്റ് എടുത്ത് വെക്കുക. വെള്ളം നിറയുമ്പോ എടുത്തുകൊണ്ട് കളയുക. എന്നിട്ട് ആ ബക്കറ്റ് അതേ സ്ഥാനത്തിന് തിരിച്ചും കൊണ്ടുവയ്ക്കുക. ആ ബാത്റൂമിൽ ടാപ്പിൽ വെള്ളം ഇല്ലെന്ന് പറഞ്ഞിട്ടോ? നേരത്തെ ബക്കറ്റ് വെള്ളം നിറഞ്ഞെന്ന് പറഞ്ഞില്ലേ? ആ മഴവെള്ളം എടുത്തോണ്ട് ടോയ്ലറ്റിൽ പോവുക. അയ്യേ, ആ സ്റ്റോർ റൂമിലാണെങ്കിൽ ഒരു സാധനം വെക്കാൻ വയ്യ. എലികളുടെ സംസ്ഥാന സമ്മേളനം അവിടെ. അതിന് 2 പൂച്ച വാങ്ങിച്ചു നിർത്തിയാൽ മതി, അപ്പൊ പ്രശ്നം തീരും. ദിമാഷി, ഇതിനെ കൊണ്ട് വല്ല പറയിപ്പിക്കരുത് കേട്ടോ. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ 1 രൂപ പോലും വാടക കൂട്ടി തരത്തില്ല. അപ്പോ വാടക കൂട്ടി തരാൻ പോകുന്നില്ല. ഇങ്ങനെയാണോ സ്ത്രീകൾ പെരുമാറേണ്ടത്? ആലീസും ഒരു സ്ത്രീയല്ലേ? അവരെന്ത് മാന്യമായിട്ടാ പെരുമാറുന്നത്? അത് പിന്നെ അങ്ങനെയല്ലേ മാഷെ, അതിനെ നല്ല കുടുംബത്തിൽ പിറക്കണം. ഈ അനുരാധയോട് താമസിക്കുന്ന വേറെ 2 പേര് ആരൊക്കെയാന്ന് പറഞ്ഞു? 2 സ്വഭാവക്കാരാ. ഒന്നാമത്തെ ആൾ സൂസന്ന, വക്കീലാണ്. ഏതോ ഒരു വലിയ അഡ്വക്കേറ്റിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്നു. അനുരാധയെ പോലെ തന്നെ അവരും കല്യാണം കഴിച്ചിട്ടില്ല. ഇതാര് ലംബോദരം മാഷോ? എന്താണ് നിന്നളഞ്ഞ? എന്താ മാഷേ? അല്ല, സൂസന്ന ഇവിടെ ഉള്ളപ്പോ പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിന് മാഷ് അതിൽ ഉൾപ്പെടില്ലല്ലോ. എന്താ, ഞാൻ പുരുഷനല്ലേ? മാഷ് ഈ വീടിന്റെ ഹൗസ് ഓണർ അല്ലേ? ഓണർ എങ്ങനെ ഇങ്ങോട്ട് വരാൻ പാടില്ല നമ്മൾ പറയുന്നേ? അല്ല, വാടക കൂട്ടിത്തരണ കാര്യം എന്തായി? അത് ഞാൻ തരില്ലെന്ന് പറഞ്ഞായിരുന്നു. അല്ല, 250 രൂപ കൂട്ടിത്തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 150 രൂപയെങ്കിലും കൂട്ടി തന്നൂടെ? മാഷേ, ഇനി ഇതും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത്. അനുരാധ പറയുന്ന പോലെയല്ല, അവള് പറയത്തേ ഉള്ളൂ. എനിക്ക് പലതും ചെയ്യാൻ അറിയാം. എന്ത്? അല്ല, സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി അതിക്രമം കാണിച്ചാലേ വീട്ടുടമസ്ഥന്റെ പേരിൽ കേസ് കൊടുക്കാം. അതുമാത്രമല്ല, സ്ത്രീകളെ അപമാനിക്കൽ, പുലഭ്യം പറയൽ, എന്തിന് ബലാത്സംഗം വേണമെങ്കിലും ഈ വകുപ്പിൽ പെടുത്താം. ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചെലവുകളും ഉണ്ടാവില്ല. അല്ല, ഇതിനൊക്കെ തെളിവുണ്ടോ? അതൊക്കെ കോടതിയിൽ കേസ് വരുമ്പോഴല്ലേ. അതിനു മുന്നേ എന്തോരം പരിപാടികളുണ്ട്. അറസ്റ്റ്, റിമാൻഡ്, ചവർ, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. മാഷിനെ കുറഞ്ഞതൊരു 90 ദിവസമെങ്കിലും ഞാൻ അകത്ത് കിടത്തിക്കും. ഈ പുരുഷവർഗത്തിൽപ്പെട്ട ഒരുത്തിനെങ്കിലും ജയിലിൽ കിടത്താൻ പറ്റിയ എന്റെ ഈ ജന്മം അങ്ങ് സഫലമാവും. എന്റെ ദൈവമേ, ഇത് എന്തൊരു ജന്മം! വക്കീലന്മാർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് പലരും എന്നോട് പറഞ്ഞതാ, ഞാൻ കേട്ടില്ല.
വാടക കൃത്യമായി കിട്ടുമല്ലോ എന്ന് കരുതി കൊടുത്തതാ. അതിപ്പോ എനിക്ക് ജോലിയായി. അപ്പൊ ഈ സൂസന്റെ വീട്ടിലോട്ട് ആണുങ്ങളെ ഒന്നും കേറ്റൂലേ? ഇല്ലെന്നേ. ആ, എന്റെ അതിശയം അതല്ല. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പെമ്പിള്ളേരുണ്ടോ? പെണ്ണുങ്ങളായാലേ ഇങ്ങനെ വേണം. പക്ഷെ മൂന്നാമതായിട്ട് അവിടെ താമസിക്കുന്നവരാ? അതൊരു അംബിക. വില്ലേജ് ഓഫീസിലാ ജോലി. കുറച്ച് മുതിർന്ന സ്ത്രീയാ. കല്യാണം കഴിച്ചതായിരുന്നു, വേർപിരിഞ്ഞു. ഇപ്പൊ ഫുൾ ടൈം ഭക്തിയില. അംബികേ. ഓ, ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. അപ്പൊ അംബിക ലീവാണെന്ന് പറഞ്ഞു. എന്താ, സുഖമില്ലേ? ഞാൻ ഇന്ന് വ്രതമല്ലേ. വ്രത ദിവസങ്ങളിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ പോവാറില്ല. അല്ല, അല്ലെങ്കിൽ എന്നാണ് പൂജയും വ്രതവും ഇല്ലാത്തത്? അല്ല, അങ്ങനെയാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ ഒരു പൂജാമുറി തുറക്കുന്നതല്ലേ നല്ലത്? അതിന് സർക്കാർ സമ്മതിക്കില്ല മാഷേ. ഭാഗ്യം. അല്ലംബികെ, ഈ പൂജയും പ്രാർത്ഥനയൊക്കെ വീട്ടിനകത്താക്കുന്നതല്ലേ നല്ലത്? വീടിനകത്താവുമ്പോ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. പുറത്താകുമ്പോ നല്ല കാറ്റും വെളിച്ചവും ഇല്ലേ? അല്ല, ഇവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ പുറത്തോട്ട് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കില്ലേ? എനിക്ക് ഭ്രാന്താണെന്നല്ലേ വിചാരിച്ചോട്ടെ. ഈശ്വരനല്ലാതെ വേറെ ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു കുന്തുമില്ല എന്റെ മാഷേ. ആ, എന്റെ വാടകയുടെ കാര്യം എന്തായി? അത് ഞാൻ തന്നല്ലോ. അതല്ല, വാടക കൂട്ടിത്തരണ കാര്യം എന്തായെന്ന്. അത് നടക്കില്ല എന്ന് അനുരാധയും സൂസനും പറഞ്ഞതല്ലേ. പറ്റത്തില്ലല്ലോ, എനിക്ക് വാടക കൂട്ടി കിട്ടിയേ പറ്റൂ. മാഷേ, ഈശ്വരനെ മാത്രം വിചാരിച്ചിരിക്കുന്ന ഞാൻ, അതും വ്രതമെടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇതുപോലെ എന്നോട് സംസാരിക്കുന്നത് വളരെ പാപമല്ലേ മാഷേ? മാഷ് തിരിച്ചു പോകുന്ന സമയത്ത് വല്ല പാണ്ടിലോറിയോ കാറോ എങ്ങാനും മാഷയുടെ നെഞ്ചത്ത് കൂടെ കേറി ഇറങ്ങി ചതഞ്ഞരഞ്ഞു പോകുന്നത് കാണാൻ എന്നെ കൊണ്ട് വയ്യ മാഷേ. ഈശ്വരാ, ഞങ്ങളുടെ മാഷിന് നല്ലത് മാത്രം വരുത്തണേ. ആയുസ്സും ആരോഗ്യം കൊടുക്കണേ. നമോ നാരായണായ. എന്നാ മാഷ അങ്ങോട്ട്. കൊള്ളാം. 3 തരത്തിലുള്ള 3 സ്ത്രീകൾ. മാഷ് കുറച്ച് പാടുപെടുമല്ലോ. ഈ അനുരാധയാണ് അവരുടെ ലീഡർ. അവള് പറയുന്നതൊക്കെ മറ്റുള്ളവർ കേൾക്കും. അവളാണെങ്കിലോ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ഡോക്ടർ ആകുമ്പോ അവളുടെ മേലുദ്യോഗസ്ഥനാണല്ലോ. ഡോക്ടർ പറഞ്ഞ അവള് കേൾക്കും. ഡോക്ടർ, എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം. അയ്യോ, ഞാൻ എന്ത് പറയാനാ? ഈ ചാനൊന്നും പറയാനൊന്നും നിൽക്കണ്ട. ഓഫീസിലെ കാര്യവും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂട്ടിക്കൊടുക്കണ്ട. ഒന്നും ശരിയാവത്തില്ല. പിന്നെ മാഷേ, ഈ വാടകക്കാരുടെ കാര്യമൊക്കെ വീട്ടുടമസ്ഥൻ നോക്കിയാൽ മതി. ഒന്നും ഉണ്ടായിരിക്കേ മാഷേ. ഞാനൊന്ന് സംസാരിക്കാം. എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ നോക്കാം. ഓ, വലിയ ഉപകാരം ഡോക്ടറെ. ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ഇച്ചാൻ എന്താ ചെയ്യാൻ പോണത്? ഈ പാവം മാഷിനെ ദ്രോഹിക്കുന്ന ആ അഹങ്കാരി എടുത്ത് ഇച്ചാൻ സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? ഒന്നും അല്ലെങ്കിലും അങ്ങനെയുടെ പ്രായമെങ്കിലും നോക്കണ്ടേ? ഞാൻ ചുമ്മാ പഴയ ചില കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. പാവം മാഷ്, പ്രായം, എന്തൊക്കെയാണ്. ഓ, എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ സമാധാനമായി. ഏത് കാര്യത്തില്? ഓരോ ഉടായിപ്പ് ന്യായം പറഞ്ഞ് ഇച്ചാൻ അവരുടെ വീട്ടിലോട്ട് ചെല്ലത്തില്ലല്ലോ. അവിടെ ആ സൂസന്നെ ഉണ്ട്, അഡ്വക്കേറ്റ്. ഇച്ചാൻ അങ്ങോട്ട് ചെന്നാ കാൽ അവള് തല്ലി ഓടിക്കും.